പ്രൈസ് ലോർഡ്. കൗൺസിലിംഗ് സീരീസിൻ്റെ 7th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഐഡൻറ്റിറ്റി, ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്. വ്യക്തിത്വം, നാം ക്രിസ്തുവിൽ ആരാണ് എന്നൊരു വിഷയമാണ്. പലപ്പോഴും നീ ആരാണ് എന്നൊരു ചോദ്യത്തിന് നാം നമ്മെ തന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നാം ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു ഒപ്പീനിയനോ അല്ലെങ്കിൽ നാം എന്ന വ്യക്തി, നമ്മുടെ പാസ്റ്റോ, നമ്മുടെ ഫെയിലിയേഴ്സോ ആ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണോ, അതോ ദൈവം എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? പലപ്പോഴും നാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആളുകൾ നമ്മളെക്കുറിച്ച് പറയുന്നത്, നിന്നെക്കൊണ്ട് ഇത് സാധിക്കത്തില്ല, നിന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, നീ ഒരു ഫെയിലിയറാണ്, അല്ലെങ്കിൽ നിൻ്റെ പാസ്റ്റിൽ നീ ചെയ്ത ചില കുറവുകളുണ്ട്, നീ ചെയ്ത ചില കുറ്റങ്ങളുണ്ട്. അപ്പോൾ ആളുകൾ നമ്മെ വിലയിരുത്തുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളുണ്ടായ ചില കുറ്റങ്ങൾ നിമിത്തമായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നടന്ന ചില പരാജയങ്ങൾ നിമിത്തമായിരിക്കും. എന്നാൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, കർത്താവ് എങ്ങനെയാണ് നമ്മെ വിലയിരുത്തുന്നത്? Our identity should always be based on what God says about us. കർത്താവ് നമ്മെക്കുറിച്ച് എന്താണ് പറയുന്നത്, അതിൻ്റെ അകത്തായിരിക്കണം നാം എന്നൊരു വ്യക്തി, നമ്മുടെ ജീവിതവും നമ്മുടെ നിലവാരങ്ങളൊക്കെ. നമ്മുടെ വ്യക്തിത്വം എപ്പോഴും കർത്താവിൻ്റെ വാക്കായിരിക്കട്ടെ, നമ്മുടെ ഐഡൻറ്റിറ്റി കർത്താവിൻ്റെ വാക്കായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതൊക്കെ കഴിഞ്ഞുപോയി. അതുപോലെ തന്നെ 1 പത്രോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അങ്ങനെയെങ്കിൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നാം വിശുദ്ധരാണ്. കർത്താവ് നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ അന്ധകാരത്തിലായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സോ വി ഹാവ് ആൻ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ്. നമുക്ക് കർത്താവിൽ ഒരു വ്യക്തിത്വമുണ്ട്. എഫെസ്യ ലേഖനത്തിലും 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സൽഗുണത്തിനായി, സൽപ്രവർത്തിക്കായി നമ്മെ ക്രിസ്തുവേശുവിൽ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. നാം വിളിക്കപ്പെട്ടവരാണ്, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ലൈഫ് നമ്മുടെ പാസ്റ്റ് വെച്ചോ നമ്മുടെ ഫെയിലിയേഴ്സ് വെച്ചോ ഒന്നും ഒതുങ്ങിപ്പോകാനുള്ളതല്ല. വി ഹാവ് ആൻ ഐഡൻറ്റിറ്റി. കർത്താവിനെക്കുറിച്ച് എന്താണ് പറയുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ സന്ദേശം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവമക്കളെ, ഈ ഐഡൻറ്റിറ്റി മാറ്റുവാൻ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങളെന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് ഈസ് സ്റ്റോപ്പ് ബിലീവിങ് ലൈസ്. പല ആളുകളും നമ്മെക്കുറിച്ച് പലതും പറയും. നിന്നെക്കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ യു ആർ നോട്ട് ഫിറ്റ് ഫോർ ദിസ്, നീ ഇതിന് കൊള്ളത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി ലൈസ് പലപ്പോഴും നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊതുങ്ങിപ്പോകാതെ, ശരിയാ, എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ലായിരിക്കും, എന്നെക്കൊണ്ട് ഇതിന് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇത് സാധിക്കാത്തൊരു കാര്യമാണ്, ഇങ്ങനെയുള്ള ലൈസ്, ജസ്റ്റ് സ്റ്റോപ്പ് ബിലീവിങ് ഇറ്റ്. പിന്നെ രണ്ടാമതായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നൊരു കാര്യം, ഡിക്ലെയർ ഓർ പ്രൊക്ലെയിം ഗാഡ്സ് ട്രൂത്ത് ഡെയിലി. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതും കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നൊരു പ്ലേസ് ഉണ്ട്. എന്നോ ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, യു ആർ ചോസൻ. അപ്പോൾ ഡിക്ലെയർ ഗോഡ്സ് ട്രൂത്ത്, ഐ ആം ചോസൻ, ഐ ആം ലവ്ഡ് ബൈ ഗോഡ്. ഞാൻ സ്നേഹിക്കപ്പെട്ടൊരു വ്യക്തിയാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വ്യക്തിയാണ്. ഇങ്ങനെ ദൈവികമായ സത്യങ്ങൾ, വചനത്തിൻ്റെ സത്യങ്ങളെ നാം പ്രഖ്യാപിക്കുമ്പോൾ ചെറുതായിട്ട് സ്ലോലി ഓൾ ദി നെഗറ്റീവ് തിങ്സ് ദാറ്റ് ഇസ് ട്രൈങ് ടു കൺട്രോൾ യു, നമ്മെ ഓരോരുത്തരെയും കൺട്രോൾ ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ ജയിച്ച് കയറുവാൻ നമുക്ക് ഇടയായിത്തീരും. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, വാക്ക് ഇൻ യുവർ ഐഡൻറ്റിറ്റി. അതായത്
കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നമുക്ക് തന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ പുതിയ സൃഷ്ടി ആയിരിക്കുന്നത് പോലെ തന്നെ കർത്താവ് നമുക്കൊരു ഐഡൻറ്റിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും പഴയതിലേക്ക് തിരിച്ചു പോകാതെ ആ പുതിയ ഐഡൻറ്റിറ്റിയിൽ തന്നെ നടക്കുവാൻ, അതിൽ തന്നെ യാത്ര ചെയ്യുവാൻ നാം ശ്രമിക്കണം. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ആളുകൾ നമ്മെക്കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് മിസ്റ്റേക്സോ നമ്മുടെ ജീവിതത്തിലുണ്ടായ ഫെയിലിയേഴ്സോ അതിനെയൊക്കെ ഓവർകം ചെയ്ത് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ആ ദൈവിക പർപ്പസിലേക്ക്, ആ ദൈവിക ഉദ്ദേശം പൂർത്തിയാക്കുവാൻ നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.